ഞാൻ അറിയുന്ന ഒരു കമ്പനി, അവർ ഷൂ മാനുഫാക്ചറിങ് ആണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. അവർ ആദ്യം വാട്സാപ്പിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ത്രൂ അവർ ഈ ഒരു ബിസിനസ് ഓൺലൈനായിട്ട് ചെയ്തുകൊണ്ടിരുന്നു, അവർ സെല് ചെയ്യാനായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ പലപ്പോഴും അവർ ഇതിലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായത്, അവർ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി ഷൂസൊക്കെ കൊടുക്കുന്ന കമ്പനിയാണ്. പക്ഷേ ഓൺലൈൻ ഇങ്ങനെ ഒരു വാട്സാപ്പ് ത്രൂ ഒക്കെ അവർ ഓർഡർ എടുത്ത് നോക്കുന്ന സമയത്താണ് അവരുടെ ഫിസിക്കൽ സ്റ്റോറിൽ നിന്ന് ആ പ്രൊഡക്റ്റ് വേറൊരു കസ്റ്റമർ വന്ന്, അവർക്ക് ഫിസിക്കൽ സെയിൽസും ഉണ്ട്, നമ്മളുടെ നോർമൽ ടൈപ്പ് ഓഫ് സ്റ്റോർ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ പ്രൊഡക്റ്റ് അവിടുന്ന് സെയിലായിപ്പോയി. അതേസമയം ഒരു കസ്റ്റമർ ഓൺലൈനിൽ വന്നിട്ട് ആ പ്രൊഡക്റ്റിന് ഒരു ഓർഡർ ഇടുകയും ചെയ്യും. അപ്പം ഇവരുടെ പ്രൊഡക്ഷൻ സെൻറ്റർ കിടക്കുന്നത് ഡൽഹിയിലാണ്. അപ്പോൾ അവിടുന്ന് ഈ പ്രൊഡക്റ്റ് രണ്ടാമത് ഓർഡർ ചെയ്ത് ഇവിടെ എത്താനുള്ളൊരു ടൈം വരെ നമ്മുടെ ഈ ഓർഡർ ചെയ്ത കസ്റ്റമർ വെയിറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. സോ ദാറ്റ് ആ കസ്റ്റമർക്ക് അതൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യാൻ, ഇത്രയും ഓർഡർ ചെയ്തിട്ട് ഇത്രയും ദിവസമായിട്ട് അതിൻ്റെ ഇടയിൽ അവർക്ക് ആ പ്രൊഡക്റ്റിൻ്റെ റോ മെറ്റീരിയൽ കിട്ടാനായിട്ട് ചെറിയൊരു ഡിലേ വന്നു. ഇതെല്ലാം കൂടി കൗണ്ട് ചെയ്ത് വന്നപ്പോഴേക്കും അതൊരു വലിയ ഡിലേ ആയിട്ട് മാറി. അങ്ങനെ കസ്റ്റമർ അൺസാറ്റിസ്ഫൈ ആവുന്ന ഒരു സിറ്റുവേഷൻ നമ്മളൊരു കസ്റ്റമറിൻ്റെ സൈഡിൽ തന്നെ കണ്ടിരുന്നു. എപ്പോഴും ഇ കൊമേഴ്സ് സ്റ്റോഴ്സിന് നമുക്ക് ഒരു റിയൽ ടൈം ഇൻവെൻട്രി ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് അവിടെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും.